പിന്നെ നേരെ നടന്നു പോകണം, പിന്നെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. ടിക്കറ്റുകൾ ഓരോരോ പാക്കേജുകളായിട്ട് എടുക്കാൻ പറ്റും. അത് ഫുഡ് കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കയ്യിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടൊക്കെ പോകും. ബട്ടർഫ്ലൈ സഫാരി പാർക്കിൽ വന്ന മലകളിലും കാടുകളിലൊക്കെ ഒരുപാട് തേനെടുക്കുന്ന സ്ഥലമുണ്ട്. ലേഷർ സോൺ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക്കൽ. അടുക്ക് ചെല്ലുമ്പോൾ നമുക്ക് തെന്മല ഡാം കാണാൻ പറ്റും. ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം തെന്മല എക്കോ ടൂറിസത്തിലേക്കാണ്. ഇത് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് തെന്മലയിലേക്ക് ബസ്സിൽ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തെന്മല എക്കോ ടൂറിസം ഒന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഓഫീസിന് മുമ്പ് വരെ നമുക്ക് പോകാൻ പറ്റും. കൊല്ലത്തുനിന്ന് തെങ്കാശിക്കുള്ള ബസ്സിൽ കയറിയാൽ മതി. ഫാസ്റ്റ് പാസഞ്ചറോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ബസ്സോ ഒക്കെ വരും. ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാടുകാരുടെ ബസ്സിലാണ്. നിങ്ങൾ കൊല്ലത്തുനിന്നല്ല വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെങ്കാശി ബസ്സിൽ കൊട്ടാരക്കരയെന്നോ അല്ലെങ്കിൽ പുനലൂരിന്നോ ഒക്കെ നിങ്ങൾക്ക് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തെങ്കാശിക്കുള്ള ബസ് കിട്ടും. അതിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് തെന്മല ഡാമിന്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുവാണെങ്കിൽ തെന്മല എക്കോ ടൂറിസത്തിന്റെ ഓഫീസിലേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാനായിട്ട് നടന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കൊല്ലത്തുനിന്ന് തമിഴ്നാടിന്റെ ബസ്സിൽ പോയപ്പോൾ കൊല്ലം ടു തെന്മല ഡാം 90 രൂപയാണ് ആയത്. തിരിച്ചു വന്നത് KSRTC ബസ്സിലാണ്. അതിൽ 87 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഇത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ്. കൊട്ടാരക്കരയിൽ നിന്നായാലും പുനലൂരിൽ നിന്നായാലും നിങ്ങൾ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ഓർഡിനറി ബസ് തെന്മല ഡാമിന്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഇല്ല, കുറച്ച് മാറിയിട്ടാണ് ബസ് സ്റ്റോപ്പ്. ഒന്ന് കറങ്ങിയാണ് പോകുന്നത്. അവിടുന്ന് 1 കിലോമീറ്ററോടെ നടന്നാൽ മാത്രമേ നമുക്ക് തെന്മല എക്കോ ടൂറിസത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ഫാസ്റ്റ് പാസഞ്ചർ എല്ലാവരും പോവുക. ഇത് പുനലൂര് തൂക്കുപാലമാണ്. ഈ തൂക്കുപാലം കാണണമെന്നുണ്ടെങ്കിൽ ബസ്സിന്റെ ഇടതുവശത്ത് ചേർന്നിരിക്കുക. ഇടതുവശത്ത് ഇരുന്നാൽ മാത്രമേ നമുക്ക് തൂക്കുപാലം കറക്റ്റായിട്ട് കാണാൻ പറ്റൂ. തെന്മല എക്കോ ടൂറിസത്തിന്റെ ഈ ഒരു യാത്ര ബസ്സിലാക്കിയതിന്റെ കാരണം സ്വന്തമായിട്ട് കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒന്നും വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എങ്ങനെ ബസ്സിൽ കറക്റ്റായിട്ട് തെന്മല എക്കോ ടൂറിസത്തിൽ പോകാമെന്നും അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരാമെന്നും അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് തെന്മല ഡാം ബസ് സ്റ്റോപ്പാണ്. ഈ തെന്മല ഡാം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തെന്മല ഡാം ഇങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു എൻട്രൻസ്, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു വഴിയുണ്ട്. എതിർവശത്തുള്ള വഴിയെ തിരിച്ചു നടക്കണം. നമുക്ക് ആ ഒരു തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസ് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ നടക്കാനായിട്ടുള്ളൂ. കുറച്ച് ദൂരം നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോറിക്ഷ കിട്ടും. ഓട്ടോയിലാണെങ്കിൽ ഇവിടെ വരാം. നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ മെയിൻ ഓഫീസ് വരുന്നത്. തെന്മല എക്കോ ടൂറിസത്തിന്റെ ഈ ഒരു ഓഫീസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റുകൾ ഓരോരോ പാക്കേജുകളായിട്ട് എടുക്കാൻ പറ്റും. അല്ലാതെയും ഓരോരോ സോണുകൾ മാത്രമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അഡ്വഞ്ചർ സോണിലേക്ക് പോയാൽ മതി, വിസിറ്റ് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ 150 രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് 90 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അഡ്വഞ്ചർ സോണിൽ പോയിട്ട് ഏതെങ്കിലും 5 ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 450 രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് 360 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ലൈഷർ സോണിലേക്ക് പോകാനായിട്ട് മുതിർന്നവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 55 രൂപയാണ്. ബട്ടർഫ്ലൈ സഫാരിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് 130 രൂപ മുതിർന്നവർക്കും കുട്ടികൾക്ക് 70 രൂപയാണ്. ഇയർ റീഹാബിലേഷൻ സെന്ററിലേക്ക് പോകണമെങ്കിൽ മാൻ പാർക്കില്ലേ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ്. മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടൈൻ കാണുന്നതിന് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ പറഞ്ഞ സോണുകളും ആക്ടിവിറ്റികളൊക്കെ നമുക്ക് 3 പാക്കേജിലായിട്ട് എടുക്കാൻ പറ്റും. പല ആക്ടിവിറ്റികളും ഇൻക്ലൂഡ് ചെയ്തും ചെയ്യാതെയൊക്കെ 3 പാക്കേജിലുണ്ട്. ഫുൾ പാക്കേജ് ഉള്ളത് അഡ്വഞ്ചർ സോണും ലേഷർ സോണും ബോട്ടിങ്ങും അക്വേറിയം അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്ന ഒരു പാക്ക് ഉള്ളത്. മുതിർന്നവർക്ക് 880 രൂപയും കുട്ടികൾക്ക് 745 രൂപയാണ് ആ ഒരു പാക്കേജ്. രണ്ടാമത്തെ ഒരു പാക്കേജ് ഡേ പാക്കേജ് ആണ്. വിത്ത് ബോട്ടിങ് 629 രൂപയാണ്. അതിൽ അക്വേറിയം പോലുള്ള കുറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ 599 ഒരു പാക്കേജ് ഉണ്ട്. അതിൽ ബോട്ടിംഗ് അവൈലബിൾ അല്ല. ഇവിടുത്തെ പാക്കേജിനെ പറ്റിയും ടിക്കറ്റ് ചാർജിനെ പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോഴെപ്പോഴുള്ള ടിക്കറ്റ് ചാർജ് മാറുന്നതും അപ്ഡേറ്റ് ചെയ്തേക്കാം. പിന്നെ ഇവിടെ തെന്മല എക്കോ ടൂറിസത്തിന്റെ കോൺടാക്ട് നമ്പർ കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് തെന്മല എക്കോ ടൂറിസത്തിന്റെ അഡ്വഞ്ചർ സോണിലേക്കാണ്. നമ്മൾ ആദ്യം വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ആ ഡാമിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇടതുവശത്തേക്ക്, അതായത് നമ്മൾ എക്കോ ടൂറിസത്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഡാമിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇടത് സൈഡിലേക്ക് പോകുമ്പോഴാണ് അഡ്വഞ്ചർ സോൺ ഉള്ളത്. ഇതാണ് അഡ്വഞ്ചർ സോൺ. ഇവിടെ നിന്നാണ് നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നത്. തെന്മല എക്കോ ടൂറിസത്തിന്റെ ടിക്കറ്റ് എടുത്ത ഓഫീസിൽ നിന്ന് ഏകദേശം 750 മീറ്റർ ദൂരമാണ് ഈ ഒരു അഡ്വഞ്ചർ സോണിലേക്ക് വരാൻ. അവിടെ നിന്ന് എടുത്തുള്ള ഒരു ടിക്കറ്റ് ഇവിടെ കാണിച്ചതിന് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ അഡ്വഞ്ചർ സോണിലോട്ട് പോകുന്നത്. അഡ്വഞ്ചർ സോണിലോട്ട് പോകുന്നത് ഈ കാണുന്ന ബ്രിഡ്ജ് കൂടെയാണ്. ഇത് ചെറിയൊരു കാടിന്റെ നടുക്കൂടെ ഒരു ബ്രിഡ്ജാണ് പണിഞ്ഞിരിക്കുന്നത്. നല്ല ഉയരത്തിലാണ്, താഴോട്ട് നോക്കി കാണാൻ പറ്റും. ഭയങ്കര ഉയരത്തിലാണ് ഈ ഒരു പാലം നിൽക്കുന്നത്. കാടിന്റെ ഒരു അന്തരീക്ഷത്തിൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും.
നമ്മളിങ്ങനെ മുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഇങ്ങനൊരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇത് കഴിഞ്ഞ് മുകളിലേക്ക് കുറേ സ്റ്റെപ്പുകൾ കയറി പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നടന്നു പോകണം, പിന്നെ സ്റ്റെപ്പ് കയറി മുകളിൽ പോകണം. അങ്ങനെയാണ് ഈ ഒരു പാലം ചെയ്തിരിക്കുന്നത്. ഒരു കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ മുകളിലേക്ക് പോകാൻ പറ്റും. ഭയങ്കര രസമാണ് ഈ ഒരു ഇത്രയും ബ്രിഡ്ജ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ. ഇപ്പോഴാ ഒരു പാലം വഴി മുകളിലേക്ക് വന്ന് ഇനി നമ്മൾ ഈ ഒരു കുന്ന് വഴി താഴേക്ക് ഇറങ്ങി പോകണം. അവിടെയാണ് അഡ്വഞ്ചർ സോൺ ഉള്ളത്. അവിടെ ചെന്നതിന് ശേഷമാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബ്രിഡ്ജ് നടന്ന് കയറാൻ വഴിയ ഈ കുന്ന് ഇറങ്ങി താഴേക്കൊന്ന് നടന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ സോണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നൊരു വഴിയുണ്ട്. ആ വഴിയെ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ പറ്റും. അതായത് നമ്മളിവിടെ ഒരു ഓഫീസ് കണ്ടില്ലേ അഡ്വഞ്ചർ സോണിൻ്റെ, ആ ഒരു ഓഫീസിൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്ന അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു സോണിലേക്ക് നടന്ന് പോകാൻ പറ്റും. അധികം ദൂരമോ അല്ലെങ്കിൽ അധികം പാടുപെട്ടെന്ന് ഇറങ്ങേണ്ട കാര്യമില്ല. കുറച്ച് ദൂരം മാത്രം ഇറങ്ങിയാൽ മതി. അത് നമ്മൾ ഈ ഒരു അഡ്വഞ്ചർ സോണിൽ തിരിച്ചു പോകുന്ന വഴിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം ആ വഴി എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു കുന്നിറങ്ങി പോകുന്ന വഴിക്ക് തന്നെ കറക്റ്റായിട്ട് എങ്ങനെ പോകണം എന്നുള്ളതിൻ്റെ വഴി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ വഴി എത്തുമ്പോഴും അതിൻ്റെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, ആരോ മാർക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. ആ വഴി പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ഏരിയയിലേക്ക് പോകാൻ പറ്റും. ഇവിടെ മുതലാണ് അഡ്വഞ്ചർ റൈഡുകളും ആക്ടിവിറ്റീസും ഒക്കെ തുടങ്ങുന്നത്. ഇന്നിവിടെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്, എങ്കിലും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. കൂടുതലും ശനിയാഴ്ചകളിലൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണെന്നാണ് ഇവിടെ തിരക്ക് പറയാൻ പറ്റിയത്. ഇവിടുത്തെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും റൈഡുകളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലെ വീഡിയോകളൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു അഡ്വഞ്ചർ സോണിലെ ഏറ്റവും ബെസ്റ്റ് റൈഡ് എന്ന് പറയാൻ പറ്റിയ ഒരു റൈഡിലേക്കാണ് പോകുന്നത്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയും. അഡ്വഞ്ചർ സോണിലുള്ള ഈ ഒരു കുളം ഉണ്ടല്ലോ, ഈ കുളത്തിൽ നിറച്ച് മീനിനെ കാണാൻ പറ്റും. ഇത് കോയിക്കാർപ്പാണ്. ഇത് നമ്മുടെ കയ്യിലൊക്കെ വന്നിങ്ങനെ കുത്തും. ഇത് ഫുഡ് കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് കയ്യിൽ നിന്ന് എടുത്ത് കഴിച്ചോണ്ടൊക്കെ പോകും. ഭയങ്കര അണക്കമുള്ള ഫിഷുകളാണ്. ഇവിടെ വരുന്നവരൊക്കെ കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരുമിച്ച് വന്ന് കഴിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അഡ്വഞ്ചർ സോണിലെ റൈഡുകളും ആക്ടിവിറ്റീസും എല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സോണിലോട്ട് പോകാൻ പോകും. ഒരു അഡ്വഞ്ചർ സോണിലോട്ട് കുന്നൊക്കെ ഇറങ്ങി വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിക്കൂടെ പോകാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ അഡ്വഞ്ചർ സോണിൽ നിന്ന് എക്സിറ്റ് പുറത്തേക്ക് പോകുന്ന വഴി. ഇതുവഴി തന്നെ നമുക്ക് അകത്തേക്ക് വരാൻ പറ്റും. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതുവഴി പോയാൽ ഒരു അഡ്വഞ്ചർ സോണിന്റെ ഓഫീസിൽ ചോദിച്ചാൽ അവർ ഈ വഴി കറക്റ്റായിട്ട് കാണിച്ചു തരും. അഡ്വഞ്ചർ സോണിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇടത് സൈഡിലായിട്ട് അക്വേറിയം കാണാൻ പറ്റും. 20 രൂപയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ്, മുതിർന്നവർക്ക് 30 രൂപയാണ്. ഈ ഒരു 30 രൂപ ടിക്കറ്റിൽ അക്വേറിയം കാണാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ അധികം വെറൈറ്റി ഫിഷുകളൊന്നും കാണാൻ പറ്റില്ല. ഒരുപാട് വെറൈറ്റികളോ അല്ലെങ്കിൽ വലിയ വലിയ മീനുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ 30 രൂപ ടിക്കറ്റിൽ ഓക്കെയാണ്.
ഇനി പോകുന്നത് തെന്മല ഡാമിലേക്കാണ്. തെന്മല ഡാമിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തെന്മല ഡാമിൽ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ കണ്ട് തിരിച്ചു വരാൻ നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ എടുത്തിട്ടുള്ള ടിക്കറ്റുള്ള സ്ഥലങ്ങളുണ്ടല്ലോ തെന്മലയൊക്കെ ടൂറിസത്തിന്റെ, ആ സ്ഥലങ്ങളിലെല്ലാം പോകാൻ പറ്റിയെന്ന് വരില്ല, സമയം പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നും. തെന്മല ഡാമിലേക്ക് പോകാനുള്ള ടിക്കറ്റ് തെന്മല എക്കോ ടൂറിസത്തിൽ നിന്നല്ല എടുക്കേണ്ടത്. തെന്മല ഡാമിന്റെ ഗേറ്റിന്റെ മുന്നിലായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ്. എക്കോ ടൂറിസത്തിന്റെ പാക്കേജ് നമുക്ക് ലേസർ സോണിൽ നിന്ന് തെന്മല ഡാമിന്റെ താഴെ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഇനി പോകുന്നത് ഡിയർ റീഹാബിലേഷൻ സെന്ററിലേക്കാണ്. ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ഒക്കെ പോകാൻ പറ്റും. ഓട്ടോ ചാർജ് വരുന്നത് 50 രൂപയാണ്. നിങ്ങൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ചാർജ് ചോദിക്കണം, എന്നിട്ട് മാത്രമേ ഓട്ടോ പിടിച്ച് പോകാവൂ, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പണി കിട്ടും. നിങ്ങൾ ബസ്സിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കൽ പള്ളി എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ച് കുറച്ച് ഇങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡിയർ റീഹാബിലേഷൻ സെന്റർ കാണാൻ പറ്റും. 3-4 പേരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഡിയർ പാർക്ക് തെന്മലയിൽ നിന്ന് സെർച്ച് ചെയ്താൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഏകദേശം 2 കിലോമീറ്റർ അടുത്താണ് ദൂരം വരുന്നത്. ഇവിടെ ഞാൻ എടുത്തൊരു പാക്കേജിലുള്ളതാണ് ഡിയർ റീഹാബിലേഷൻ സെന്ററിലെ ടിക്കറ്റ്. ഇനി ഇവിടുന്ന് സ്പെഷ്യലായിട്ട് വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രം വരുവാണെന്നുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ അധികം മാനുകളൊന്നും പുറത്തേക്ക് കണ്ടില്ല. പിന്നെ ഇവിടെ തിരക്കി പറയാൻ പറ്റിയത് ഒരുപാട് മാനൊന്നുമില്ല, കുറച്ച് മാനേ ഉള്ളെന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ്. കുറേ ഏരിയ ഉണ്ട് മാനുകൾക്ക് ജീവിക്കാൻ പറ്റിയ രീതിയിലുള്ള. ഡിയർ റീഹാബിലേഷൻ സെന്ററിൽ നേരെ വന്നിരിക്കുന്നത് തെന്മല എക്കോ ടൂറിസത്തിന്റെ ഒരു ഓഫീസിലാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തല്ലോ, ആ ഒരു ഓഫീസിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ബട്ടർഫ്ലൈ സഫാരി എന്ന് പറഞ്ഞ സ്ഥലം കാണാനുണ്ട്. ബട്ടർഫ്ലൈ സഫാരിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് കാണാൻ പറ്റും. ബട്ടർഫ്ലൈ സഫാരിയുടെ അടുത്തായിട്ടാണ് മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൈൻ ഉള്ളത്. ഇത് രാത്രി 7 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ബട്ടർഫ്ലൈ സഫാരിയും അതേപോലെ ലേഷർ സോണും കണ്ടതിന് ശേഷമാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പോകുന്നത്. ബട്ടർഫ്ലൈ സഫാരി പാർക്കിൽ വന്നിട്ട് കുറച്ച് ബട്ടർഫ്ലൈസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സ്ഥലം ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഒരുപാട് ചെടികളൊക്കെ, അതായത് ബട്ടർഫ്ലൈസിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ചെടികളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണുള്ളതെന്നും ഈ ചെടികളുടെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഗൈഡുകളുണ്ടല്ലോ, അവർ കറക്റ്റായിട്ട് പറഞ്ഞു. അത് മാത്രമല്ല ഇവിടെ ബട്ടർഫ്ലൈസിന്റെ ജീവിത രീതികളും അതിന്റെ പ്രത്യേകതകളൊക്കെ എഴുതിയുള്ള ബോർഡുകളും വെച്ചിട്ടുണ്ട്. തേനുകൾ വെച്ചേക്കുന്ന കാണാം വിൽക്കാനായിട്ട്. ഇതൊക്കെ ഒറിജിനൽ കാട്ടുതേനാണ്. കാട്ടുതേന്റെ വില വരുന്നത് 700 രൂപയാണ്, 1 കിലോ കാണും. കാട്ടുതേൻ മാത്രമല്ല നല്ല നാടൻ തേനും കിട്ടും. അതിന് 1 കിലോയ്ക്ക് 400 രൂപയാണ്. തേനിന്റെ മല എന്നൊരു പേരിൽ നിന്നാണ് തെന്മലയ്ക്ക് തെന്മല എന്നൊരു പേര് കിട്ടിയത്. ഇവിടെ മലകളിലും കാടുകളിലൊക്കെ ഒരുപാട് തേൻ എടുക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ കിട്ടുന്ന തേനും പ്യുവർ ആയിട്ടുള്ള തേനാണ്. ഇനി കാണാൻ പോകുന്നത് ലേഷർ സോണാണ്. ലേഷർ സോൺ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൈൻ കാണാൻ പോകുന്നത്. ഈ ഒരു തെന്മല ലേഷർ സോണിൽ കാണാനുള്ളത് തെന്മല ഡാമുണ്ട്, പിന്നെ തെന്മല തൂക്കുപാലമുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന ഒരു വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ തെന്മല ഡാമിലേക്കും തൂക്കുപാലത്തിലേക്കും ഒക്കെ പെട്ടെന്ന് ചെല്ലാൻ പറ്റും. ഇവിടുന്ന് വലതുവശം ചേർന്ന് കാണുന്ന ഈ ഒരു വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാടിൻ്റെ ഇടയ്ക്കൂടെ നടന്നു പോകുന്ന ഒരു വഴിയാണ്. ഇവിടെ കുറച്ച് രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കാനായിട്ട് പറ്റും. കുറേ ദൂരം നടക്കുന്നതിന് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഈ വഴി പോകുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം.
കുറച്ച് ദൂരത്തെ നടത്തയ്ക്ക് ശേഷം കുറേ കറങ്ങി തിരിഞ്ഞിട്ട് നമ്മൾ തെന്മല ഡാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് തെന്മല ഡാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലേഷർ സോണിലെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്, തൂക്കുപാലം. ഈ പാലത്തിൽ ഒരേ സമയം 5 പേര് മാത്രമേ കയറാവൂ. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ താഴത്ത് നടക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലം തടി കൊണ്ടുള്ള പടികൾ വെച്ച് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് ഷീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പാലത്തിന്റെ അക്കരെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗം വരെ നടന്നു പോകാൻ പറ്റും. പാലത്തിന്റെ നടുക്ക് ചെല്ലുമ്പോൾ നമുക്ക് തെന്മല ഡാം കാണാൻ പറ്റും. ഇനി കാണാൻ പോകുന്നത് മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൈൻ ആണ്. തിങ്കളാഴ്ച ദിവസം മ്യൂസിക്കൽ ഡാൻസിങ് ഫൗണ്ടൈൻ അവധിയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും ഓപ്പൺ ആയിരിക്കും. രാത്രി 7 മണിക്കാണ് ഷോ ഉള്ളത്. നിങ്ങൾക്ക് ഈ ഒരു തെന്മല എക്കോ ടൂറിസത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഇനി അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തെന്മല എക്കോ ടൂറിസത്തിന്റെ കോൺടാക്ട് നമ്പറും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.